പരാജയങ്ങളെ എല്ലാരും ജയിച്ചില്ല. ആരും തോറ്റില്ല. ആരും തോറ്റി. ഇപ്പോ കേരളത്തിന് പാർട്ടി ജയിച്ചു. അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വോട്ട് ഇപ്പൊ പുതിയ ആളിന് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അവന് പാലക്കാട് BJP വോട്ട് കുറേ കിട്ടി. ശ്രീധരൻ സാറിന് ഒപ്പം വോട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുക. ഉപ്പിനോളം ഒപ്പുക. ഉപ്പിലിട്ടത് ശ്രീധരൻ സാർ അവിടെ കിടക്കുന്നത് ഇപ്പൊ നിന്നാണ് അവിടെ കിടക്കുന്നത്. ഒരു 10,000 വോട്ടിന്റെ കുറവ് വന്നിട്ടില്ലേ? അത് സ്വാഭാവികമാണ്. ആളുവില്ല കല്ലുവില്ല എന്ന് നമ്മൾ പറയാറില്ല സാധാരണ. അവിടെ BJP കുറഞ്ഞുവെങ്കിൽ നിന്ന ആളിന്റെ കുഴപ്പം മാത്രമല്ല, പണ്ട് നിന്ന ആളാരായിരുന്നു. ഇവിടെ നിന്നു ജയിച്ചു. ചേലക്കര അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞെന്നൊക്കെ ആക്ഷേപം പറഞ്ഞെങ്കിലും ജയിച്ചു. നിന്ന് പണ്ട് ഒന്നും ആയില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നു, ജനനേതാവായിരുന്നു, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അപ്പൊ ഇതിനകത്ത് ആരും തോറ്റെന്ന് പറയാനൊക്കത്തില്ല. പിന്നെ കോൺഗ്രസിനും അഭിമാനിക്കാമല്ലോ. അവര് ശതമാനം കുറഞ്ഞിട്ട് പോലും വയനാട് 4 ലക്ഷത്തിന് മേലെ വോട്ട് അവർക്ക് കിട്ടിയില്ലേ? അതുപോലെ തന്നെ ഈ ഇവിടെ പാലക്കാട് 10-12 എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. 18 പോയി നിന്നില്ലേ? അപ്പോൾ അവിടെ വോട്ട് കൂടുതൽ കിട്ടിയവർക്ക്. അപ്പൊ കോൺഗ്രസിന് അഭിമാനിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമാനിക്കാം. ആർക്കും അങ്ങനെ ഒരു തോൽവി ഒന്നും പറയാൻ. എല്ലാവർക്കും കിട്ടാനുള്ളതെല്ലാം കിട്ടി. പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം അതെങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ചേലക്കര തോക്കണ്ടേ? ചേലക്കര പിന്നെ ജയിച്ചേ. അതേസമയം നിങ്ങള് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ 2000 വോട്ടിന്റെ വ്യത്യാസമല്ലേ? കണ്ടുപിട്ടിട്ട് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മെയ്വഴക്കം വേണ്ടേ? അതുണ്ടാവും. 2 പ്രാവശ്യം നമ്മൾ എന്നെ കണ്ടില്ല, കാണണം ഞാൻ നിർബന്ധിച്ചില്ല. അതിന് എന്തുകൊണ്ട് ആലത്തൂർ നിന്നപ്പോൾ തന്നെ എന്നെ കാണണം തോന്നാൻ കാര്യം അതൊരു നല്ലൊരു മെസ്സേജ് അല്ലല്ല. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം പഴിച്ചുപോയെന്നൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയമേ പഴിച്ചുപോയെന്നൊക്കെ കോൺഗ്രസിന്റെ ഞാൻ TV കണ്ടു. അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പഴിച്ചുപോയി. അതൊക്കെ ചർച്ച ചെയ്ത് അവർ തീരുമാനിക്കട്ടെ. ഇനി അടുത്തതിന് മാറ്റി തീരുമാനിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പക്കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുകളുടെ ഇടയിൽ, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ പലരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു അച്ചടക്കമില്ല, വിനയമില്ല, ദാർഢ്യമാണ്, ഫോൺ വിളിച്ചപ്പോഴും എടുത്തിട്ടില്ല എന്നൊക്കെ പറയാം. ശരിയോ തെറ്റെന്ന് എനിക്കറിയാൻ പറയാം. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞാൽ എനിക്ക് ആ പറ്റിക്കൊണ്ട് ഒരു വിരോധമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാലേ ഞാനിവിടെ ആരുടെയും കണ്ടിട്ടുമില്ല, ഒരു കാര്യത്തിൽ ചെന്നിട്ടില്ല. എന്നെ കാണണമെന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ കാണണമെന്ന് പറയുമ്പോൾ എനിക്ക് അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു മറ്റേ എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് വിരോധമാണ്. അടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ടല്ലോ പാലക്കാടെന്ന് ചോദിച്ചത്. അല്ലെ അയാൾ ഇടക്ക് വെച്ച് വിളിച്ചിട്ട് പറയണ്ട ഇടക്ക് വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ നോക്കുക. ഒന്നുമില്ലൊരു മര്യാദയ്ക്ക് ഞാൻ വരുന്നു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞൊരു ടൈം ഫിക്സ് ചെയ്യണ്ടേ? ഈ ശങ്കരടയുടെ 9 ദിവസം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓടുമ്പോൾ പുള്ളിക്ക് ഞാൻ ഇവിടുന്ന് കരുനാഗപ്പള്ളി ചെന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഇടക്ക് വെച്ച് കാണണം എന്ന്. അപ്പോൾ ഇടക്ക് വെച്ചും തലക്ക് വെച്ചും കാണണോ എന്ന് ഞാനല്ല നിശ്ചയിക്കേണ്ടത്. അപ്പൊ എനിക്ക് 100 പരിപാടിയില്ല. അതല്ലെങ്കിൽ നേരത്തെ ഒന്ന് വിളിക്കണം, എനിക്ക് നീ കാണണം എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യേണ്ട എല്ലാവരും മര്യാദ. അപ്പോൾ ആ കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അത് വേണ്ട. മുസ്ലിം ലീഗ് കുറച്ചുകൂടി വർഗീയമായ നിലപാട് ഇപ്പോൾ എടുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ നമുക്ക് വലിച്ചെറിയേണ്ട നിലപാട്. ഇന്നലെ ഈ പാലക്കാട് വിജയത്തിന് ശേഷം മുസ്ലിം ലീഗിനൊപ്പം SDP-കാർ കൂടി ആഘോഷിച്ചു. അങ്ങനെ കുറച്ചുകൂടി ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ലീഗ് കുറച്ചും കൂടി മുസ്ലിം ഏകീകരണമാണ് കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ മുസ്ലിം വർഗീയവാദികളല്ലേ ലീഗ് എന്ന് പറഞ്ഞാൽ? ലീഗ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്റെ അർത്ഥം എന്താണ്? മുസ്ലിം കൂട്ടായ്മ എന്നാണ്. പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറയേണ്ട കാര്യമില്ല. അവരാരെങ്കിലും ഒരു MLA നിർത്തിയിട്ടുണ്ടാകും ലീഗിലല്ലാതെ. ഒരു സംവരണ സീറ്റിൽ ഒരു രാമന കുട്ടപ്പനെ നിർത്തിയിട്ടുണ്ട്. എന്നല്ല, ലീഗില് ഇതുവരെ ഒരു മതേതര പാർട്ടിയാണ് എങ്കിൽ അവർ ലീഗിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ ഓപ്പൺ കോട്ടായില് ഒരു ലീഗ് മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ? പറയട്ടെ അവര്. അപ്പൊ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയൊന്നുമില്ല. ഇങ്ങനെ 4 വട്ടം വായിക്കിങ്ങനെ മതേതരെ പറ്റി ഒക്കെ പറയും.
അതിനകത്ത് ഒരു കഥയില്ല. ഒരു മതമാണ്, മതപ്പാർട്ടിയാണ്. അതിന്റെ പേര് തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും. അദ്ദേഹത്തിന് ചെയ്യുന്നതാണ് അദ്ദേഹം പറയണത്. അത് ശരിയോ തെറ്റൊന്നും പറയേണ്ട കാര്യം എനിക്കറിയാമല്ല. അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി. ഞാൻ ആ വിഷയത്തിൽ പഠിച്ചിട്ടില്ല. അല്ലെ, അവരുടെ വർഗത്തെ പറ്റി അവർക്ക് നല്ല ബോധമാണ്. അത് നിങ്ങൾ കണ്ടാൽ മതി. അവരുടെ വർഗം നിങ്ങൾ എന്നെ കാടുകയറ്റം നോക്കാറ. നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രായോറിറ്റി കൊടുത്തല്ലേ അവർ ചെയ്യുന്നത്. അവർ വരണമായിരുന്ന കാലത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ലം തന്നാ. പിന്നോക്ക സമുദായ മുന്നണിയിൽ നിന്നും നമ്മുടെ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നടന്നതാണ്. ഞങ്ങൾക്കൊന്നും തന്നില്ല. മലപ്പുറത്ത് വല്ലം തന്നാ, കാസർഗോഡ് തന്നില്ല, വയനാട് വല്ലം തന്നാ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവിടെ വർഗീയവാദി എന്ന വർഗ ഇല്ലാത്ത വാദി എന്ന് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ സാമാന്യ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെ ഞാൻ ചോട്ടെ, ഇത്രയും കൊല്ലമായിട്ട് മുസ്ലിം ലീഗിനകത്ത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നമ്മളുടെ സീറ്റിലല്ലാതെ അവർ നിർത്തിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ മതേതരം പറ. അത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രാപ്തി ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അതാത് പാർട്ടിക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ല. എനിക്ക് അതിനകത്ത് ഒരു കാര്യമില്ല. ഞാനും ആ സുരേന്ദ്രനുമായിട്ട് അനുവാദം വലിയ അടുപ്പമില്ല. കാരണം അവരൊക്കെ വടക്കുള്ളവരില്ല. ഈ ഇവിടെയുള്ള ഞാനുമായിട്ട് അത്രയും വലിയൊരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല. അതായത് ഇന്ററാക്ഷൻ ഉണ്ടാകുന്ന പുള്ളിയുടെ കപ്പാസിറ്റി എനിക്ക് അളക്കാൻ എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല. പിന്നെ അവര് സുരേന്ദ്രനെ വെക്കണത് ആരെ വെക്കണം ആരെ വെക്കണ്ട എന്ന് തീരുമാനിക്കണം നമ്മളാരുമില്ല. അവിടെ പാർട്ടിയല്ലേ. ആ പാർട്ടി വെച്ചിട്ട് അതിന്റെ ജയവും പരാജയവും ഒരു പാർട്ടി ഏറ്റെടുത്തുണ്ട്. നമുക്കിപ്പോ എന്താ കാര്യം? പൂച്ചക്ക് പൊന്നൂറിനടുത്ത് പല കാര്യമുണ്ട്. പരിപ്പോടെയും ചായ ആ രീതിയിൽ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും തുറന്നടിക്കുന്നു ഇ പി ജയരാജൻ. പിന്നീട് DC ബുക്സ് തന്നെ ഇന്നലെ നടപടി എടുത്തു. അതൊരു ഗൂഢാലോചനയാണെന്നാണ് പാർട്ടിയും സർക്കാരും പറയുന്നത്, ഇ പി ജയരാജനും പറയുന്നത്. അങ്ങനെ നോക്കി കാണുന്നു. ഇത് ഞാനിത് പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതൊക്കെ ഒരു അന്തം നാടകം കാണുകയില്ല ഇതിനകത്ത്. കാരണം ഇത് ഇ പി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇ പി ചിലപ്പോ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കാണുകയില്ല മറ്റൊരുമായിട്ട്. പക്ഷേ അതിനകത്തുള്ള കണ്ടന്റ്സ് മുഴുവൻ എന്താണ് എന്നുള്ളത് മുൻധാരണ ഇല്ലാതെ ആണ് അല്ലെ പ്രസിദ്ധീകരിക്കാൻ മറ്റൊരു തയ്യാറായെങ്കിൽ അവർ മണ്ടന്മാരായിപ്പോയില്ലേ. ഇ പിയുടെ കൺസെന്റ് മേടിക്കാതെ പ്രസിദ്ധീകരിക്കാവോ? അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടല്ലേ ഇ പിക്ക് ഇങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടായത്. മാത്രമല്ല അത് പ്രസിദ്ധീകരിച്ച സമയം ഒരു തെറ്റായ സമയമായിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും വലതുപക്ഷത്തിന് ഇ പിനെ മനഃപൂർവ്വം നശിപ്പിക്കാനാണ് അത് പ്രസിദ്ധീകരിച്ചതെന്ന് ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അനവസരത്തിലായിപ്പോയി. ഇതെല്ലാം ഒരുപക്ഷെ പരസ്പരം അറിഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അറിയാതായിരിക്കാം. പക്ഷെ ഒരു സാമാന്യ ബുദ്ധിക്ക് നമുക്ക് വന്നുമ്പോൾ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും അന്തർധാര കാണുമായിരിക്കും. പക്ഷെ സമയം തെറ്റിപ്പോയി. ശേഷം BJPയുടെ അടിയോടടിയാണ്. അത് ശരിയാണ്. അടിയോട് ഇടിയെന്ന് പറഞ്ഞാല് അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അലവലാതി പാർട്ടിയായി ഇപ്പൊ മാറി. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന BJP ഒരു അലവലാതി പാർട്ടിയായി മാറിയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ നിൽക്കുക. കണ്ടില്ലേ കോർപ്പറേഷൻ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലുണ്ടാകും. അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത്. ഇത് മൈക്ക് കെട്ടി പറയണമെന്ന് നടക്കുന്നത് അത് വളരെ മോശം. മാത്രമല്ല ഈ BJPയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂട്ടി ഒരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവവും അച്ചടക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ചടക്കമില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് കണക്കാണ്. ആര് ചെയ്താലും ശരിയല്ല, ഏത് പാർട്ടി ആയാലും ശരിയല്ല.